ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെടി കുറേ കാലമായി, അധിക കാലമായിട്ടൊന്നും ആയില്ല ഈ ചെടിയൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം വീട്ടിൽ വളർത്തുന്ന ചെടികൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ ഓരോരുത്തർ ചോദിച്ചാണ് ഈ ചെടികളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ചെടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങി നല്ല ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ അടുത്ത് വരുന്നതൊക്കെ. ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പം കേടായി പോവും, ചീഞ്ഞ് പോവും. അപ്പോൾ നമുക്ക് സങ്കടമല്ലേ. അങ്ങനെ ഞാനിതാ കണ്ടോ, അന്ന് കുറേ ചീഞ്ഞ് പോയ ചെടികളൊക്കെയാണ് അത്. ആ ചീഞ്ഞ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇതാ അതിന് പുതിയ ഷൂട്ടൊക്കെ വരുന്നതും കുറച്ചായിട്ട് അതിനെ നമ്മൾ നോക്കായിക ഉണ്ടായിരുന്നു. എന്നാലും ഇതാ ഇപ്പം അതിനൊക്കെ പുതിയ ഇലകളും പുതിയ തൈ പോലെയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇതിനൊക്കെ കുറേ ഷൂട്ട് വരുന്നുണ്ട്. എല്ലാം പോയോടത്തുനിന്ന് വരുന്ന കേട്ടോ. ഫുള്ളെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ചീഞ്ഞ ഭാഗം മാത്രമായിട്ടൊക്കെ നിന്നാണ്. അവിടെയൊക്കെ ഞാൻ വെട്ടിക്കൊടുത്ത്. അന്ന് ഞാൻ ഇതിന് സാഫ് അങ്ങനെ ഒന്നും ചെയ്തില്ല. പോയൊരു സങ്കടത്തിൽ അങ്ങനെ അതിനെ വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാനിതിനെ എടുത്തിട്ട് നല്ലോണം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങനെ വറ്റി. അപ്പം അധികം വെള്ളമൊന്നും ഒഴിച്ചെടുക്കില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ സാഫ് ഒന്ന് തേക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സാഫൊക്കെ ആക്കി വെച്ച് എന്തായാലും എല്ലാ പോയ ചെടികളിൽ ഒരു 1-2 പോയിട്ടോ. എന്നാലും ബാക്കിയൊക്കെ തന്നെ പുതിയ തെഴുപ്പൊക്കെ വന്ന് ഞാൻ ഹാപ്പിയാണ്. അതിൻ്റെ ചുവടയിൽ നിന്ന് താഴെ നിന്നൊക്കെ ചെറിയ ചെറിയ തൈ വരുന്നുണ്ട്, പുതിയ ഇലകൾ. അങ്ങനെ നല്ല എന്തായാലും പോയെന്ന് വിചാരിച്ചതൊക്കെ വീണ്ടും. അപ്പം ആരെങ്കിലും ചെടിയൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചീഞ്ഞ ഭാഗം മൊത്തം അങ്ങ് കട്ട് ചെയ്തോണ്ടി, എന്നിട്ട് അതിൽ കുറച്ച് സാഫ് തേച്ച് വെക്കുക. ഇതിപ്പോൾ ഞാനിതാ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് കേട്ടോ വെച്ചത്. നല്ല വെയിൽ പറഞ്ഞാൽ രാവിലത്തെ ഒരു വെയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഇതിനൊക്കെ കിട്ടും, അത്യാവശ്യം നല്ലോണം തന്നെ. അപ്പോൾ ഇതിനെ കാണിച്ചു തരാം ഞാൻ. ഇത് വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ടാണ്. കണ്ടോ, ഇതിനൊക്കെ പുതിയ ഇതിൻ്റെ അടിയിൽ നിന്ന് കാണുന്നുണ്ടോ, കുഞ്ഞതാണ് വരുന്നത് ഷൂട്ട്. കണ്ടോ, ചെറുത്. അപ്പം ആരെങ്കിലും ചെടിയൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടി. പിന്നെ ഞാൻ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അടി ചീഞ്ഞ് പോയതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഉണ്ടോ അതുപോലെ ഇങ്ങനെ വെറും ഞാൻ സാധാ അവിടെ പുറത്താട്ടോ വെച്ചത്. അത്യാവശ്യം നല്ലോണം വെയിലൊക്കെ കിട്ടാൻ പാകത്തിന് തന്നെ. ഇത് വെള്ളം ഉണ്ടെങ്കിലൊക്കെ നല്ലോണം വറ്റിപ്പോവാനോ അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇനി അടി പറ്റ ചീഞ്ഞ് പോയതുണ്ടാവില്ല, നമുക്ക് എടുക്കാൻ പറ്റാത്ത, അതിനെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്തതെന്ന്. അങ്ങനെ പറ്റ പോയ ചെടികളൊക്കെ ഞാൻ ഈ ഒരു കപ്പിൽ എടുത്ത് വെച്ചു. കപ്പിൽ വെക്കുമ്പം തണ്ടിൻ്റെ വെള്ളത്തിൽ വെക്കുന്ന അവിടെയുള്ള ഇലകളൊക്കെ അതിന് പറിച്ച് കളഞ്ഞിട്ടോ. അങ്ങനെ ഒരു റൂട്ടുണ്ടോ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അതിനൊക്കെ കണ്ടോ വേര് മനസ്സിലാവുണ്ടോ. റൂട്ടുണ്ടതിന് 2 പേര്. പിന്നെ 10 ക്യാരറ്റ് കുറേ എണ്ണം വെച്ചിട്ട് എല്ലാത്തിനൊന്നും വേര് വന്നില്ല കേട്ടോ. ഈ 10 ക്യാരറ്റിന് കണ്ടോ, നമ്മൾ വെള്ളത്തിലേ വെക്കുമ്പോൾ അതിൻ്റെ താഴോട്ട് നിൽക്കണ അതിൻ്റെ ഇലയൊക്കെ കളയണം കേട്ടോ. കണ്ടോ ഇതിൻ്റെ വേര്, അങ്ങനെ ഇതിനും വേര് വന്ന്. അപ്പോൾ ഇതൊക്കെ ചീഞ്ഞ് പോയിന്ന് തന്നെ വിചാരിച്ചതാ. ഇത് അടി മാത്രം ചീഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലൊക്കെ വെക്കാൻ പറ്റിയത്. വെള്ളത്തിൽ അഗ്ലോണിമ വെക്കുമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഏതായാലും ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ എല്ലാത്തിനൊന്നും വേര് വന്നില്ല കേട്ടോ, എന്നാലും കുറച്ചെണ്ണത്തിനൊക്കെ വേര് വന്ന്. പിന്നെ വേര് വരാനായിട്ടുള്ളതുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ എന്തായാലും അതും വരും. പക്ഷേ ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ വേറൊന്നും വരില്ല കേട്ടോ. ഞാൻ പിന്നെ വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നോക്കിയത്. അപ്പം ഇതുപോലെ അടി ചീഞ്ഞ് മുകളിൽ നിന്ന് അങ്ങനെ വീഴാൻ പാകത്തിനൊക്കെ നിൽക്കുന്ന അഗ്ലോണിമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ടാട്ടോ. അതായത് ചെടി ഇങ്ങനെ നമ്മൾ വിചാരിക്കും ചെടി നല്ലോണം നിൽക്കുന്നു, പക്ഷേ ചെടി ഇങ്ങനെ വീഴാൻ പാകത്തിനൊക്കെ നിൽക്കുമ്പോൾ
അന്നേരം മനസ്സിലാവും ഇത് ചെടി ചീഞ്ഞു പോയിന്ന്. ചെടിയല്ല അതിൻ്റെ വേരൊക്കെ. അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ ആ ചീഞ്ഞത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടേണ്ടത് കേട്ടോ. എല്ലാവരും ഒന്ന് അങ്ങനെ കേടായ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പം എല്ലാ ചെടിയും നന്നായിക്കൊള്ളണമെന്നില്ല. ഞാൻ ചെയ്തതിൽ കുറച്ചെണ്ണമൊക്കെ നന്നായി. പിന്നെ കുറച്ച് ഇതുപോലെ വെയിലത്തേക്ക് വെച്ച് അപ്പോഴാണ് കുറച്ചെണ്ണം നന്നായതും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.